നമസ്കാരം. ഇന്ത്യൻ ചെറുകാർ വിപണി മുതൽ SUV സെഗ്മെന്റ് വരെ കീഴടക്കിയതിനു ശേഷം മാരുതി സുസുക്കി ഇലക്ട്രിക് വാഹന വിപണിയിലേക്കും തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. തങ്ങളുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് SUV ആയ വിറ്റാര ഉപയോഗിച്ചാണ് ഇലക്ട്രിക് വാഹന രംഗത്തേക്ക് ഔദ്യോഗികമായി ചുവടുവയ്ക്കാൻ മാരുതി സുസുക്കി ഒരുങ്ങുന്നത്. കഴിഞ്ഞ മാസം ഇലക്ട്രിക് SUV ഔദ്യോഗികമായി നിർമ്മാതാക്കൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോടകം വാഹനം പലതവണ ഇന്ത്യൻ നിരത്തുകളിൽ പരീക്ഷണയോട്ടം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുമുണ്ട്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ വിറ്റാരയുടെ ഔദ്യോഗിക ലോഞ്ച് ഇന്ത്യയിൽ നടക്കുമെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്ത്യയിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായി മഞ്ഞിൽ തങ്ങളുടെ AWD സിസ്റ്റം എങ്ങനെ വിറ്റാര പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ സുസുക്കി പുറത്തിറക്കിയിട്ടുണ്ട്. സുസുക്കി ഗ്ലോബൽ തങ്ങളുടെ യൂട്യൂബ് ചാനലിലാണ് ഈ ടെസ്റ്റ് വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയിൽ വിറ്റാര പ്രോട്ടോടൈപ്പ് മഞ്ഞിൽ കാര്യമായ പരീക്ഷണത്തിന് വിധേയമാവുന്നത് കാണാനാകും. ജപ്പാനിലെ ഹോക്കൈഡോയിലെ പ്രൂവിംഗ് ഗ്രൗണ്ടിലാണ് ഇലക്ട്രിക് SUVയുടെ ഈ പരീക്ഷണം നടക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. മഞ്ഞുവീഴ്ചയുള്ള സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നത് കണ്ടെത്തുക എന്നതായിരുന്നു ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വീഡിയോയിൽ വിറ്റാര വളരെ അനായാസമായിട്ടാണ് മഞ്ഞുപാളികളിലൂടെ സഞ്ചരിക്കുന്നതെന്ന് കാണാനാകും. ഇലക്ട്രിക് SUVയുടെ AWD സിസ്റ്റം വാഹനത്തിന്റെ ട്രാക്ഷൻ നിലനിർത്തുകയും മഞ്ഞിൽ കുടുങ്ങുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു എന്നത് ഉറപ്പാക്കുന്നുണ്ട്. മഞ്ഞുവീഴ്ചയിൽ വാഹനം ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത വേഗത സ്ഥിരമായി നിലനിർത്താൻ എല്ലായ്പ്പോഴും ശുപാർശ ചെയ്യപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നിയന്ത്രിത പരിതസ്ഥിതിയിലാണ് SUV പരീക്ഷിച്ചത്. കൂടാതെ പരിശോധനയ്ക്കിടെ ഏതെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാലും അവ നേരിടാൻ ടീം തയ്യാറെടുത്തിരുന്നു. മഞ്ഞുവീഴ്ചയുള്ള പർവ്വതങ്ങളിൽ വാഹനം ഓടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനത്തിന് മതിയായ ഗ്രിപ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കാൻ വിന്റർ ടയറുകളും സ്നോ ചെയിനുകളും ഉപയോഗിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പ്രതലങ്ങളിൽ ഒന്നാണ് മഞ്ഞ് അല്ലെങ്കിൽ സ്നോ. പലപ്പോഴും എക്സ്പെർട്ടായ ഡ്രൈവർമാർക്ക് വരെ നിയന്ത്രണം എളുപ്പത്തിൽ കിട്ടണമെന്നില്ല. അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ വാഹനങ്ങളുടെ ഇത്തരം കഴിവുകളും മികവുകളും വളരെയധികം സഹായം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി വിറ്റാരയുടെ നോക്കിയാൽ വീഡിയോയിൽ കാണുന്ന പ്രോട്ടോടൈപ്പിന്റെ എക്സ്റ്റീരിയർ രൂപകൽപ്പനയും ഡിസൈനും കഴിഞ്ഞ മാസം നിർമ്മാതാക്കൾ അനാച്ഛാദനം ചെയ്ത SUVയുമായി പൊരുത്തപ്പെടുന്നുണ്ട്. ഒരു SUVയുടെ നോർമൽ ബോക്സി ഡിസൈന് ഇതിൽ പ്രകടമാണ്. LED ഹെഡ്ലാമ്പുകൾ, LED DRL, ഗ്ലോസ് ബ്ലാക്ക് ഫ്രണ്ട് ഗ്രില്ല്, കണക്റ്റഡ് ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് മാരുതി സുസുക്കി വിറ്റാര വാഗ്ദാനം ചെയ്യുന്നത്. 144 bhp മാക്സ് പവറും 189 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 49 kWh ബാറ്ററി യൂണിറ്റ് ഒരു സിംഗിൾ മോട്ടോർ സെറ്റപ്പിലാവും ഇന്തോ ജാപ്പനീസ് നിർമ്മാതാക്കൾ വാഹനം വാഗ്ദാനം ചെയ്യുന്നത്. അടുത്ത വേരിയന്റിൽ ഡുവൽ മോട്ടോർ സെറ്റപ്പോട് കൂടിയ 61 kWh ബാറ്ററി പാക്ക് അവതരിപ്പിക്കും. ഇത് സിംഗിൾ മോട്ടോർ സജ്ജീകരണത്തിൽ 174 bhp പവറും ഡുവൽ മോട്ടോർ കോൺഫിഗറേഷനുകളിൽ 184 bhp മാക്സ് പവറും 300 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.